നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അങ്ങനെ സൗദിയിൽ വിനോദസഞ്ചാര മേഖലയിൽ 10 വർഷത്തിനിടെ 10 ലക്ഷം പേർക്ക് ജോലി ലഭ്യമാക്കുമെന്ന് ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് വ്യക്തമാക്കുകയുണ്ടായി. ഇതിനു പിന്നാലെ പ്രവാസികൾക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. നിലവിൽ ജോലി ചെയ്യുന്ന 6 ലക്ഷം പേരിൽ ഭൂരിഭാഗം വിദേശികളുമാണ്. 2030ഓടെ തന്നെ മേഖലയിൽ ജോലി ചെയ്യുന്നവർ 16% ഉയരുമെന്നും സൗദി വാക്കു നൽകുന്നു. 2030ഓടെ വർഷത്തിൽ 10 കോടി വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് സൗദി ആസൂത്രണം ചെയ്തു വരുന്നത്. ആഗോള സഞ്ചാര കേന്ദ്രമാക്കി സൗദിയെ മാറ്റുന്നതിന്റെ ഭാഗമായി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ച സ്വപ്ന പദ്ധതികളായ റെഡ് സീ, നിയോ, മെഗാസിറ്റി, കിദ്ധിയ എന്നിവ യാഥാർത്ഥ്യമാകുന്നതോടെ ലോക സഞ്ചാരികളുടെ ശ്രദ്ധാകേന്ദ്രമായി രാജ്യം മാറും എന്നതിൽ സംശയമില്ല. 5 പുതിയ പദ്ധതികൾ കൂടി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. 10 വർഷത്തിനിടെ സ്വകാര്യ മേഖലയിൽ 5 ലക്ഷം ഹോട്ടൽ മുറികളും സജ്ജമാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇതുമാത്രമല്ല, സൗദിയുടെ വാതിൽ സഞ്ചാരികൾക്കായി തുറന്നതോടെ ആഗോള ടൂറിസം റാങ്കിൽ 21-ൽ നിന്ന് 50-ാം സ്ഥാനത്തേക്ക് സൗദി ഉയർന്നിരിക്കുകയാണ്. 2019-ൽ 4 കോടി വിനോദസഞ്ചാരികൾ എത്തിയിരുന്നു. മാത്രമല്ല, ഇതിൽ 40% പേരും ചരിത്രപ്രധാന സ്ഥലങ്ങളാണ് സന്ദർശിച്ചത്. 100 ചരിത്ര കേന്ദ്രങ്ങളിൽ 5 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.